ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലൂസ് വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ പൂരത്തിന് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം പൂത്താലം കരിങ്കളിയൊക്കെ വീട്ടിൽ നിന്നുണ്ട്. അപ്പോൾ പൂത്താലത്തിന് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ടി കാര്യങ്ങളൊക്കെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള നെസ്റ്റോ പോയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ തരും. അപ്പം തോനെ കുട്ടികളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് തോനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ നെസ്റ്റോയിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് താഴത്ത് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ പോയി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വീട്ടിൽ അപ്പോൾ കുറച്ച് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് പോണ വഴിക്കിലും തൊട്ടിട്ട് അമ്പലം വരെ ഈ ബൾബുകൾ പല കളറുള്ള ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ എന്തൊരു രസമാണ് വെച്ചിട്ട് ഭയങ്കര ഭംഗിയാണ് ഇത് കാണുമ്പോൾ. പൂരം വൈബേന്ന് തന്നെ പറയും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം പ്ലേറ്റ് കുട്ടികൾക്ക് താറെടുക്കാനുള്ള പ്ലേറ്റുകളും അതുപോലെ തന്നെ മുന്തിരി ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ മുന്തിരി പിന്നെ നാരങ്ങ ആപ്പിള് പഴം ചെറുനാരങ്ങ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് കോമ്പാക്റ്റ് അങ്ങനത്തെ ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. പിന്നെ കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ കുട്ടികൾക്കൊരു ഗിഫ്റ്റ് പോലെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത്. ചെറിയ കുട്ടികളാണ്. അപ്പം അത് പിറ്റേ ദിവസം രാവിലെ പൂരത്തിൻ്റെ അന്ന് രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേനും അവർ പൂജ ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാർ വരും. അപ്പോഴത്തേന് ഒരു 10 മണിയാകുമ്പോഴത്തേനും കുട്ടികൾ വരും കേട്ടോ. ഇതെൻ്റെ ഏട്ടൻ്റെ കുട്ടിയും മാമൻ്റെ കുട്ടിയാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് താലെടുക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് പുറപ്പെടിച്ച് കൊടുക്കുക കേട്ടോ. മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ പറ നിറയ്ക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ഞാൻ വേഗം ഓടി വന്ന് പറ നിറച്ച് അപ്പോൾ പറ നിറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ വീണ്ടും അങ്ങോട്ട് പോയി അവരെ പുറപ്പെടിച്ച് റെഡിയാക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ കുട്ടികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കുട്ടികൾ വീട്ടിൽ നിന്ന് തന്നെ പുറപ്പെട്ട് വരും, പകുതി ഡ്രസ്സൊക്കെ ചെയ്ത് വരും, ഇവിടെ വന്നിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. ചില കുട്ടികൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് തന്നെ മൊത്തമായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യും, തലയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇത് കുട്ടികൾ ചെറിയ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്, കന്യക കുട്ടികളാണ് ഈ താലെടുക്കുക. ഈ താലത്തിൽ പൂവും അതുപോലെ പൂവ് എന്ന് പറഞ്ഞാൽ തുളസിയും തെച്ചിയും പിന്നെ പഴം ആപ്പിള് മുന്തിരി നാരങ്ങ ഇതൊക്കെ വെക്കുക കേട്ടോ. കണ്ടില്ലേ ചെറിയ മക്കൾ എന്ത് രസമാണ്, സുന്ദരി കുട്ടികളാണ്. പുറപ്പെട്ടിട്ട് നമ്മൾ ചുവപ്പും കസവുള്ള സെറ്റ് മുണ്ടും എടുത്തിട്ട് കച്ച കെട്ടിയിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ. മുടി ഇങ്ങനെ കൊണ്ട പോലെയൊക്കെ കെട്ടിയിട്ട് കാണാം, നല്ല സൂപ്പറായിരുന്നു. ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക്. പിന്നെ ഇതൊക്കെ വീഡിയോസ് എടുത്തു തന്നത് ആച്ചുട്ടനും അമ്മൂട്ടും കൂടിയിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. ഞാൻ ഫുള്ള് തിരക്കിയിരുന്നു. പൂത്താലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത കരിങ്കാളിയുടെ ആൾക്കാർ വരും. അപ്പോഴത്തേനും പൂത്താലം നമ്മൾ വീട്ടിൽ നിന്ന് അമ്പലത്തേക്ക് പോകും. പിന്നെ അപ്പോൾ പൂത്താലം അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവരിറങ്ങി കൊട്ടുവാദ്യത്തോട് കൂടിയിട്ടാണ് പൂത്താലം വീട്ടിൽ നിന്ന് പോവുക. അപ്പോൾ പൂത്താലത്തിൽ ചെറിയ മക്കൾക്ക് പഴത്തിൻ്റെ മീതെ ചന്ദനത്തിരിയാണ് കുത്തിയിട്ട് കൊടുക്കുക, തിരി കത്തിച്ചിട്ടല്ല കൊടുക്കുക. അത് വലിയ താലക്കാർക്കാണ് തിരി കത്തിച്ചിട്ട് കൊടുക്കുക. ഈ ചെറിയ കുട്ടികൾക്ക് ചന്ദനത്തിരി കത്തിച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ അമ്പലത്തിൽ കൊട്ടുവാദ്യമേളങ്ങളുണ്ട്. അങ്ങനെ വാദ്യമേളങ്ങളോട് കൂടിയിട്ട് പൂത്താലക്കാർ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ അമ്പലം 3 റൗണ്ട് ചുറ്റി പ്രദക്ഷിണം വെച്ചതിന് ശേഷം പൂത്താലം ചെരിഞ്ഞിട്ട് പിന്നെ അവർക്ക് അമ്പലത്തിൽ നേദിച്ച പായസം എല്ലാ കുട്ടികൾക്കും വിതരണം ചെയ്യട്ടെ. അതിനുശേഷം പിന്നെ അവർ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോവുക ചെയ്യും. പിന്നെ ഇത് ഈ ആച്ചുമോനും മുട്ടി എടുത്തതാണ് ഇതൊക്കെ പൂരത്തിൻ്റെ പകലത്തെ രാവിലത്തെ ഉള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ അവരെടുത്തതാണ്. അതുകൊണ്ട് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കരിങ്കാളിയുടെ വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ.